അപ്പോൾ നമ്മുടെ വരാല് കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് പറ്റി നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഒരു തണ്ട് വേപ്പില കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് ഇറക്കുവാണേ. വരാലൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നാടൻ വരാലിനെ പിടിച്ച് അത് നല്ല രീതിയിൽ വെട്ടി ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തനി നാടൻ രീതിയിൽ തന്നെ നമ്മൾ പൊള്ളിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് ചോറിൻ്റെ കൂട്ടത്തിൽ വൈകുന്നേരം കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വരാൽ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട്. ഗ്രേവിയൊക്കെ പൊടിച്ച് അതെ നമ്മുടെ വരാല് കറി ഒന്ന് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോകണം കേട്ടോ. നമ്മളത് കഷ്ണമൊക്കെ നല്ല രീതിയിൽ നല്ല ചൂടുണ്ട്. കഷ്ണമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ കഷ്ണം ആ ഗ്രേവിയും കൂടെ ഇട്ട് നമ്മുടെ ചോറിനകത്തിട്ട് നല്ല രീതിയിലൊന്ന് പിടിക്കണം അല്ലേ. പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് പിടിച്ചിട്ട് കൊള്ളാം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വരാലിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വരാല് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഹൈലൈറ്റ് ആയിട്ടുള്ള നമ്മളെ കുരുമുളക് ചതച്ചത് അതിൻ്റെ നല്ലൊരു കുത്തല് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.